എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാടൻ തോരനാണ്. ഇടിയൻ ചക്ക തോരനാണ്, ഇടിച്ചക്ക എന്നൊക്കെ പറയും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദുള്ള നല്ലൊരു തോരനാണ് ഇത്. ഞാൻ രണ്ട് രീതിയിലാണ് ഈ ഇടിയൻ ചക്ക ഉണ്ടാക്കുന്നത്. രണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് ഇടിയൻ ചക്ക തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇടിയൻ ചക്കയാണ്, ചെറിയ ചക്ക. ഇതിപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നതെല്ലാം കാണിക്കുന്നത്. ആദ്യമായിട്ട് ഇടിയൻ ചക്കയൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കത്തി ഉണ്ടെങ്കിൽ ഏറ്റവും ചീത്ത കത്തി എടുത്താൽ മതി ഈ ചക്കയൊക്കെ വെട്ടാനായിട്ട്. അല്ലെങ്കിൽ നല്ല കത്തിയൊക്കെ എടുത്ത് ചക്ക വെട്ടിക്കഴിഞ്ഞാൽ കത്തി ആകെ ചീത്തയായിപ്പോവും. അപ്പോൾ അതിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. വീതി കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒരു കട്ടിംഗ് ബോർഡിന് മുകളിൽ ഒരു പേപ്പർ ഇട്ടിട്ട് ചക്ക വെച്ച് കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കട്ടിംഗ് ബോർഡിന് ഡയറക്റ്റ് മുകളിൽ കൊണ്ട് ചക്ക വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആ പശ മുഴുവനും കട്ടിംഗ് ബോർഡിലാവും. അപ്പം ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിന് ഇങ്ങനെ നടുവേ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് കട്ട് ചെയ്ത് കളയാം, ആ നടുക്കത്തെ കൂഞ്ഞിലെന്ന് പറയണത്. പിന്നീട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ കയ്യിൽ മുഴുവൻ പശയാവും. കത്തിയിലും വേണമെങ്കിൽ കുറച്ച് തേച്ച് പിടിപ്പിക്കാം എണ്ണ. ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ആ തൊലി മുറിച്ച് കളയണം. ഇതേപോലെ കിട്ടും. ഇതൊരു ആ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ തേക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ആ പാത്രത്തിലൊക്കെ ഈ പശ ഒട്ടിപ്പിടിക്കും. ഇതേപോലെ എല്ലാ പീസും കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾ മുഴുവൻ ചക്കയും കൂടി തൊലി കളയുന്നത് നല്ലത് ഇങ്ങനെ ചക്കയുടെ തൊലി കളയണതാണ്. പിന്നെ പശയുള്ളത് പിന്നെ ഒന്നുമില്ല പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ചിരട്ട എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് പശ കളയണം. ഞാനതിൻ്റെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണുണ്ട് നടുക്കത്തെ കൂഞ്ഞിൽ. എനിക്കത് ഒത്തിരി അങ്ങ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇഷ്ടമുള്ളവർക്ക് അത് മുഴുവനും എടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചക്ക മുഴുവനും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കത്തിയിലുമൊക്കെ പശയായിട്ടുണ്ട്, നമ്മുടെ കയ്യിലും പശയായിട്ടുണ്ട്. അപ്പോൾ കയ്യിലെ പശ കളയാനായിട്ട് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ എടുത്ത് നമ്മുടെ കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അതിങ്ങനെ രണ്ട് വിരലും കൊണ്ട് നമ്മൾ ഉരച്ചിങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. ആ പശ പെട്ടെന്ന് പോയി കിട്ടിക്കോളും. പിന്നെ നല്ലപോലെ സോപ്പിട്ട് കഴിയാൽ മതി. ഇനി ചക്ക വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആ ചക്കയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്ര മഞ്ഞൾപ്പൊടി, അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. ആ പാത്രത്തിൽ ഞാൻ കുറച്ച് എണ്ണ ആദ്യം തേച്ചിട്ട് ചക്ക ഇട്ടത്. അത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളമൊന്നും വേണ്ട, ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം മതി. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. മൂടി വെച്ച് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിങ്ങനെ തിള വന്ന ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേവിക്കണം. ഇപ്പോൾ കത്തിയിലുള്ള പശ കളയാനായിട്ട് നമ്മൾ കത്തിയുടെ നല്ലൊരു എളുപ്പ മാർഗ്ഗമാണ് തീയുടെ മുകളിലേക്ക് കത്തി ഇങ്ങനെ നല്ലതുപോലെ കത്തി ചൂടാക്കണം. രണ്ട് സൈഡ് നല്ലതുപോലെ ചൂടാക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് ആ പശയുടെ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഒരു ബബിൾസ് പോലെ വരും, ഒരു മണവും വരും. ചിലപ്പോൾ അതിന് ആ പശ ഉരുകുന്നതിൻ്റെ ഒരു മണവും വരും. നല്ലതുപോലെ കത്തി ചൂടായ ശേഷം ഇതേപോലെ ഒരു പേപ്പർ നല്ലതുപോലെ ചുരുട്ടി വെച്ചിട്ട് ആ കത്തിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ വരച്ചാൽ മതി. അങ്ങനെ 2-3 പ്രാവശ്യം രണ്ട് സൈഡ് ഇങ്ങനെ ചൂടാക്കിയിട്ട് ആ പേപ്പറും കൊണ്ട് തുടച്ച് കളഞ്ഞാൽ മതി കത്തി. അപ്പോൾ നല്ല ക്ലീനായിട്ട് കത്തി കിട്ടിക്കോളും.
പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ തേച്ചിട്ട് ഒന്ന് ചൂടാറിയ ശേഷം കുറച്ച് എണ്ണ തേച്ച് കഴുകിയെടുത്താൽ മതി. ചക്കയിൽ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കുക. ഇളക്കിയിട്ട ശേഷം വെള്ളം കുറച്ചും കൂടി ഉണ്ട്, വീണ്ടും ഒന്ന് കവർ ചെയ്ത് വെക്കുക. അത് വേവാനായിട്ട് കുറച്ചും കൂടി ഉണ്ട്. വെള്ളമെല്ലാം വറ്റി ചക്കയെല്ലാം നല്ലതുപോലെ, ഇടിയൻ ചക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇടിയൻ ചക്ക ചതച്ചെടുക്കണം. അത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ചതച്ചെടുക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്കിങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. അപ്പോൾ ആ മിക്സിയുടെ ജാറിലും കുറച്ച് എണ്ണ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ തേക്കുന്ന എല്ലാ പാത്രത്തിലും എണ്ണ തേക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ചക്കയുടെ പശ മുഴുവൻ എല്ലാ പാത്രത്തിലും ഒട്ടിപ്പിടിക്കുക. പിന്നെ അത് കഴുകിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ അങ്ങ് എണ്ണ തേച്ച് വെച്ചാൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് ഒത്തിരി നിറച്ചിടരുത് ജാറിൽ, കുറച്ച് വീതം ഇട്ടിട്ട് ജസ്റ്റ് ഒരു കറക്കാൻ പാടുള്ളൂ. ഒത്തിരി കറക്കി കഴിഞ്ഞാൽ അത് പേസ്റ്റ് പോലെ ആവും. നമുക്കതിങ്ങനെ ഒന്നൊന്ന് വേറിട്ടാണ് കിട്ടേണ്ടത്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഞാനതങ്ങനെ കറക്കിയെടുത്തിട്ടുണ്ട്. പിന്നെയും കുറച്ചും കൂടെ പൊടിയാത്തുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. വേറൊരു മെത്തേഡ്, നമ്മളിങ്ങനെ ഉള്ളിയും ഈ ചതയ്ക്കുന്ന ഈ കല്ലിലിട്ടിട്ട് ഇതേപോലെ ചതച്ചെടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ അരകല്ലിൽ വെച്ചിട്ടും ചതച്ചെടുക്കാവുന്നതാണ്. പണ്ടൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ അരകല്ലിൽ വെച്ചിട്ടായിരുന്നു ഇടിയൻ ചക്കയൊക്കെ ചതച്ചെടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ മുഴുവനും ഇടിയൻ ചക്ക ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചക്കയുടെ കുരുണ്ട് ഈ ഇടിയൻ ചക്കയിൽ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ചധികം വെളിച്ചെണ്ണ വേണം, ഒരു 4-5 ടേബിൾ സ്പൂൺ ഇങ്ങനെ വെളിച്ചെണ്ണ വേണം. ആ വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതാണ് ഇട്ടിരിക്കുന്നത്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കാം. പിന്നീട് 2-3 വറ്റൽമുളകും കൂടെ ഇടണം. ഉള്ളി മൂത്ത ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ ഇടിച്ച മുളകാണ് ചേർത്തിരിക്കുന്നത്. ഇടിച്ച മുളക് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഇട്ടു. പിന്നീട് നല്ല പൊടിച്ച മുളകും എരിവുള്ള മുളക് പൊടിയാണ്, അത് ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ കുറച്ച് നല്ലൊരു കളർ കോമ്പിനേഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ 2 മുളക് പൊടിയും ചേർത്തിരിക്കുന്നത്. അത് മൂത്ത ശേഷം മുളക് നല്ലപോലെ മൂത്ത ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്തു. തേങ്ങാപ്പീര നല്ലതുപോലെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നീട് ആ തേങ്ങാപ്പീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഞാൻ ഇപ്പോൾ ചക്ക വെച്ചപ്പോൾ ചക്കയിൽ കുറച്ച് ഉപ്പ് കുറവുപോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇടുന്നത്. പിന്നീട് നമ്മൾ ഇടിച്ച് വെച്ച ചക്ക, ഇത് ടോട്ടൽ എനിക്ക് 6 കപ്പ് ഇടിച്ച ചക്ക കിട്ടി. അപ്പോൾ അതിൽ നിന്ന് പകുതി 3 കപ്പാണ് ഞാനിപ്പോൾ ഈ മുളകിലേക്ക് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. 3 കപ്പ് ഇടിയൻ ചക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആവാനായിട്ട് കുറച്ച് നേരം വയ്ക്കുക. ആ ചക്കയിലേക്ക് വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് ഇളക്കി നമ്മളത് മുരിച്ചെടുത്താൽ മതി. അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. അടുത്ത രീതിയിലുള്ള ചക്ക വളർത്താനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കുക. ആ ഫ്രഷ് കുരുമുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. കുരുമുളകും ആ വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ട് ഇടുമ്പോൾ നല്ലൊരു മണം വരുന്നത്. അപ്പോൾ അതങ്ങനെ ചതച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഇതേപോലെ തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം. 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുരുമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് മൂപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഇനി ഞാൻ ഒരു 2 പിഞ്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളൂ, അല്ലാണ്ട് എരിവിന് വേണ്ടിയിട്ടല്ല ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്തു. തേങ്ങയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഒത്തിരി നേരം ഇട്ട് എണ്ണയിലിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ബാക്കിയുള്ള ഇടിയൻ ചക്ക ചതച്ചതാണ്. ഇത് 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് നല്ലതുപോലെ ഇളക്കി ആദ്യം ചക്ക ഇട്ട് നമ്മൾ ഇളക്കിയ പോലെ തന്നെ അതിൻ്റെ വെള്ളം വറ്റുന്ന വരെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതെൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് ഈ രീതിയിലാണ്, കുരുമുളക് ഇട്ടിട്ടാണ്. ഞാൻ ചുവന്ന മുളക് പൊടി ഇട്ട് ഉണ്ടാക്കിയത്. എൻ്റെ ഹസ്ബൻഡ് സിസ്റ്ററൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 രീതിയിലുള്ള
രണ്ടും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഒരു ചക്ക കിട്ടി കഴിഞ്ഞാൽ രണ്ടും ഉണ്ടാക്കും. രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയൻ ചക്കയാണ്. അപ്പോൾ ഇതിലും ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. കുരുമുളകും വെളുത്തുള്ളിയൊക്കെ എണ്ണയിലിട്ടാൽ മൂപ്പിച്ച് വരുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയൻ ചക്കയാണ്. രണ്ടും അടിപൊളി ഇടിയൻ ചക്ക തോരനാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഇടിയൻ ചക്കയാണ്. ഇപ്പം ചക്കയുടെയൊക്കെ സീസണല്ല, ഇഷ്ടം പോലെ ചക്കയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. രണ്ട് രീതിയിൽ ഉണ്ടാക്കുക. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ടേസ്റ്റുകളാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഇടിയൻ ചക്ക തോരൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.